ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പൈപ്പുകളെ കുറിച്ചും പൈപ്പ് ഫിറ്റിംഗ്സുകളെ കുറിച്ചും അതേപോലെ പൈപ്പ് ജോയിന്റുകളെ കുറിച്ചും പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂളുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു. എന്നാൽ പ്ലംബിംഗ് റിലേറ്റഡ് ടൂളുകൾ ഇപ്പൊ പൈപ്പ് റഞ്ച് തന്നെയാണെങ്കിൽ പൈപ്പ് റഞ്ചിന്റെ ടൈപ്പിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ തന്നെ സ്പാനറുകളെ കുറിച്ച്, അഡ്ജസ്റ്റബിൾ സ്പാനറിനെ കുറിച്ച്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അവസാനത്തെ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് സെഷൻ ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലംബിംഗ് റിലേറ്റഡ് ഇനിയും പഠിക്കാനുണ്ട്. പമ്പുകള്, വാൽവുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ പൈപ്പുകളെ കുറിച്ചും പൈപ്പ് ഫിറ്റിംഗ്സുകളെ കുറിച്ചുമുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ നമുക്കറിയാം. നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ എങ്ങനെയാണ്? ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക, അതിന്റെ ഉത്തരം പഠിക്കുക എന്നുള്ളതിനുപരി ഒരു റിവിഷൻ പോലെയാണല്ലേ നമ്മൾ പഠിക്കാറുള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക, അതിന്റെ ഓപ്ഷൻസ് മനസ്സിലാക്കുക, അതിന്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ ഒപ്പം ക്ലാസ്സിൽ പഠിച്ചത് എന്നൊന്ന് ഓർത്തെടുക്കുക കൂടി നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതേപോലെ തന്നെ അതിന്റെ റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ടി ഈസ് യൂസ്ഡ് ഫോർ. ടി ഈസ് യൂസ്ഡ് ഫോർ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ് അല്ലെ, ടി എന്ന് പറയുന്ന പൈപ്പ് ഫിറ്റിംഗ് അല്ലെ. ഈ ഒരു പൈപ്പ് ഫിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടി ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ്. ടി ഈസ് യൂസ്ഡ് ഫോർ ബ്രാഞ്ച് ഓഫ് അറ്റ് 90 ഡിഗ്രി, ബ്രാഞ്ച് ഓഫ് അറ്റ് 45 ഡിഗ്രി, ടു ഡീവിയേറ്റ് 90 ഡിഗ്രി, ടു കണക്ട് പൈപ്പ് അറ്റ് 45 ഡിഗ്രി. നമുക്ക് എപ്പോഴും നമ്മൾ ടി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ബ്രാഞ്ചിങ് ഓഫ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. എന്തിനാ ഉപയോഗിക്കുന്നത്? ടീകൾ ഉപയോഗിക്കുന്നത് ബ്രാഞ്ചിങ് ഓഫ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. അത് മെയിൻ ലൈനിൽ നിന്നും ഇതേപോലെ 90 ഡിഗ്രിയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കാൻ, ബ്രാഞ്ചിങ് ഓഫ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ടീകൾ ഉപയോഗിക്കുന്നത്. ബ്രാഞ്ച് ഓഫ് അറ്റ് 90 ഡിഗ്രി, ബ്രാഞ്ച് ഉണ്ടാക്കാൻ 90 ഡിഗ്രിയിൽ ഒരു ബ്രാഞ്ച് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ടി എന്ന് പറയപ്പെടുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പൈപ്പ് ഫിറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മുടെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ട്രേഡ്സ്മാൻ ആണോ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടീസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഫോർ ബ്രാഞ്ചിങ് ഫിറ്റിംഗ്സ്. ഞാൻ പറഞ്ഞിരുന്നത് എന്താ? മെയിൻ ലൈനിൽ നിന്നും ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രാഞ്ച് ഓഫ് 90 ഡിഗ്രി ഇൻ ടു മെയിൻ പൈപ്പ്. മെയിൻ പൈപ്പിന് ഇതേപോലെ 90 ഡിഗ്രി ബ്രാഞ്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി, 90 ഡിഗ്രി ബ്രാഞ്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി, മെയിൻ പൈപ്പിന് ഇതേപോലെ 90 ഡിഗ്രി ബ്രാഞ്ച് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടി എന്നറിയപ്പെടുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പൈപ്പ് ഫിറ്റിംഗ് ഉപയോഗിക്കുന്നത്. നമ്മൾ ടിയുടെ കാര്യത്തിൽ ഈ ഒരു സ്ലൈഡ് ആയിരുന്നു അല്ലെങ്കിൽ ഈ ഒരു പേജ് ആയിരുന്നു നമ്മൾ ടി പഠിച്ചപ്പോൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ പൈപ്പ് ഫിറ്റിംഗുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കി. എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ടിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ ബെൻഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. എന്താ ബെൻഡ്? ബെൻഡ് F+F മീൻസ് നമ്മളെ വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ പരീക്ഷ ഉണ്ടായിരുന്നു. കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ പരീക്ഷ ഉണ്ടായിരുന്നു. അതിന്റെയും ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? ITI പ്ലംബർ തന്നെയായിരുന്നു. മീറ്റർ റീഡർ പരീക്ഷയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ITI പ്ലംബർ തന്നെയായിരുന്നു. ആ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്നാണ് എന്റെ ഓർമ്മ. ബെൻഡ് F+F മീൻസ് ബെൻഡ് F+F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് വിത്തൗട്ട് ത്രെഡ് ആണോ? ബെൻഡ് 45 ഡിഗ്രി ആണോ? ബെൻഡ് വിത്ത് ബോത്ത് ആൻഡ് എക്സ്റ്റേണൽ ത്രെഡ്? ബെൻഡ് വിത്ത് ബോത്ത് ആൻഡ് ഇന്റേണൽ ത്രെഡ്? അതായത് നമുക്കറിയാം ഫീമെയിൽ ത്രെഡ്, അതാണ് ഈ F+F എന്ന് പറഞ്ഞാൽ. ബെൻഡ് ഈ ഫീമെയിൽ പ്ലസ് ഫീമെയിൽ F+F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പൊ എവിടെയായിരിക്കും ത്രെഡ് ഉണ്ടാവുക? ഇന്റേണൽ ത്രെഡ് ആയിരിക്കും അല്ലെ. മെയിൽ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന പോലെ പുറമേയാണ് ത്രെഡ് ഉണ്ടാവുക. പൈപ്പ് ഫിറ്റിംഗിന്റെ അല്ലെങ്കിൽ പൈപ്പിന്റെ പുറത്താണ് ത്രെഡ് എന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയാ? മെയിൽ ത്രെഡ് എന്നും, ഉൾഭാഗത്താണ് ത്രെഡ് എന്നുണ്ടെങ്കിൽ അതിനെ ഫീമെയിൽ ത്രെഡ് എന്നുമാണ് പറയാ. അപ്പൊ എന്താ ബെൻഡ് F+F എന്ന് പറഞ്ഞാൽ എന്താ? ബെൻഡ് വിത്ത് ബോത്ത് എൻഡ് ഇന്റേണൽ ത്രെഡ്. ഉൾഭാഗത്താണ് ത്രെഡ്, പൈപ്പ് ഫിറ്റിംഗിന്റെ ഉൾഭാഗത്താണ് ത്രെഡ്. അതായത് ഒരു ബെൻഡിന്റെ രണ്ട് സൈഡിലും, രണ്ട് എൻഡിലും ഉൾഭാഗത്താണ് ത്രെഡ് എന്നുണ്ടെങ്കിൽ അത്തരം ബെൻഡുകളെ ബെൻഡ് F+F എന്നാണ് പറയാ. ബെൻഡ് F+F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡിലും എന്താ ഉണ്ടാവേണ്ടത്? നമുക്കറിയാം ഇന്റേണൽ ത്രെഡ് ആണ് ഉണ്ടാവേണ്ടത് അല്ലെ. എന്നാൽ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന നോക്കി എന്താ? ബെൻഡ് F+M ആണ്. അതായത് ഒരു സൈഡിലും ഫീമെയിൽ ത്രെഡും ഒരു സൈഡിലും മെയിൽ ത്രെഡും ആണെങ്കിൽ അതിനെ ബെൻഡ് F+M അല്ലെങ്കിൽ ബെൻഡ് M+F എന്ന് പറയും. ഒരു ബെൻഡിന്റെ രണ്ട് സൈഡിലും എക്സ്റ്റേണൽ ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ബെൻഡിന്റെ രണ്ട് സൈഡിലും എക്സ്റ്റേണൽ ത്രെഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ബെൻഡ് M+M എന്നാണ് പറയാ. അപ്പൊ ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ അതിനെ ഫീമെയിൽ ത്രെഡ് എന്നും, എക്സ്റ്റേണൽ ത്രെഡ് ആണെങ്കിൽ അതിനെ മെയിൽ ത്രെഡ് എന്നാണ് പറയാ. എക്സ്റ്റേണൽ ത്രെഡ് ആണെങ്കിൽ അതിനെ മെയിൽ ത്രെഡ് എന്നാണ് പറയാ. ബെൻഡ് F+F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും എന്തായിരിക്കും? ഇന്റേണൽ ത്രെഡ് ആയിരിക്കും. ബെൻഡ് M+M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും എന്തായിരിക്കും? എക്സ്റ്റേണൽ ത്രെഡ് ആയിരിക്കും.
ബെൻഡ് എം പ്ലസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലെ എക്സ്റ്റേണൽ ത്രെഡ്, ദാറ്റ് ഈസ് ഒരു സൈഡിലെ എക്സ്റ്റേണൽ ത്രെഡും മറ്റൊരു സൈഡിൽ ഇന്റേണൽ ത്രെഡുമുള്ള ഈ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ബെൻഡുകളെയാണ് ബെൻഡ് എം പ്ലസ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ബെൻഡ് എഫ് പ്ലസ് എഫ് എന്താണെന്ന് പഠിക്കണം, എം പ്ലസ് എഫ് എന്താണെന്ന് പഠിക്കണം, എം പ്ലസ് എം എന്താണെന്നും പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ ബെൻഡുകളെ കുറിച്ച് പഠിച്ചപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബെൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ പൈപ്പിന്റെ ഇന്റേണൽ ഡയമീറ്ററിനേക്കാൾ, ബോർ ഓഫ് ദ പൈപ്പിനേക്കാൾ, പൈപ്പിന്റെ ബോർ ഡയമീറ്ററിനേക്കാൾ ഇരട്ടിയാണ് ഈ റേഡിയസ് ഓഫ് കർവേച്ചർ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഈ റേഡിയസ് ഓഫ് കർവേച്ചർ പൈപ്പിന്റെ ബോർ ഡയമീറ്ററിന്റെ ഇരട്ടിയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൈപ്പ് ഫിറ്റിങ്ങുകളെയാണ് ബെൻഡ് എന്ന് പറയുന്നത് അല്ലെ. എ പൈപ്പ് ഫിറ്റിംഗ് ടു ചേഞ്ച് ഡയറക്ഷൻ വിത്ത് ലോങ് റേഡിയസ് അറ്റ് റൈറ്റ് ആംഗിൾ. ഈ ലോങ് റേഡിയസ് ആണ് ഞാൻ പറഞ്ഞത് എന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ പൈപ്പിന്റെ ഇന്റേണൽ ഡയമീറ്ററിന്റെ 2 ഇരട്ടിയിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത്തരം എന്താ പറയാ പൈപ്പ് ഫിറ്റിങ്ങളെ ബെൻഡ് എന്നാണ് പറയാ. പൈപ്പ് ഫിറ്റിംഗ് ടു ചേഞ്ച് ഡയറക്ഷൻ വിത്ത് ലോങ് റേഡിയസ് അറ്റ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ കറക്റ്റ് 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡയറക്ഷൻ ചേഞ്ച് വരുത്തണം. അതും എന്താണ്? ലോങ് റേഡിയസിലാണ് വരുത്തേണ്ടത് എന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ എന്ത് പൈപ്പ് ഫിറ്റിംഗ് ആണ് ഉപയോഗിക്കുക? ബെൻഡ് ആണ് ഉപയോഗിക്കുക എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബെൻഡ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എൽബോയും പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു അല്ലെ. എൽബോ യൂസ്ഡ് ടു പ്രൊവൈഡ് ഡീവിയേഷൻ ഓഫ് 90 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ഇൻ പൈപ്പ് വർക്ക് സിസ്റ്റം. 90 ഡിഗ്രി എൽബോയും ഉണ്ട്, 45 ഡിഗ്രി എന്തുണ്ട്? എൽബോയും അവൈലബിൾ ആണ്. 45 ഡിഗ്രിയും 90 ഡിഗ്രിയും എൽബോകൾ എന്താണ്? അവൈലബിൾ ആണ് എന്ന് പഠിച്ചു വെക്കുക. എന്നാൽ നമ്മളുടെ ബെൻഡും എൽബോയും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? അവിടെ ഈ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് വ്യത്യാസം വരുന്നത് അല്ലെ. റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ബെൻഡിനെയും എൽബോയും വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. ബെൻഡുകൾക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ പൈപ്പിന്റെ ഇന്റേണൽ ഡയമീറ്ററിന്റെ 2 ഇരട്ടിയിൽ കൂടുതലായിരിക്കും. ബെൻഡുകൾക്ക് ഈ റേഡിയസ് ഓഫ് കർവേച്ചർ പൈപ്പിന്റെ ഇന്റേണൽ ഡയമീറ്ററിന്റെ 2 ഇരട്ടിയിൽ കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ ലോങ് റേഡിയസ് എൽബോക്ക് പോലും എന്താണ്? ഈ റേഡിയസ് ഓഫ് കർവേച്ചർ, ഈ ചിത്രത്തിൽ കാണുന്ന ഈ റേഡിയസ് ഓഫ് കർവേച്ചർ 1.5 ടൈംസ് ടു ദ ബോർ ഓഫ് പൈപ്പ്, പൈപ്പിന്റെ ഇന്റേണൽ ഡയമീറ്ററിന്റെ 1.5 ഇരട്ടി വരെയൊക്കെ ലോങ് റേഡിയസ് എൽബോക്ക് പോലും എന്തുണ്ടാവുള്ളൂ? ഈ റേഡിയസ് ഓഫ് കർവേച്ചർ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ലോങ് റേഡിയസ് എൽബോകൾക്ക് എത്രയാണ് നമ്മളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോങ് റേഡിയസ് എൽബോകൾക്ക് ഈ റേഡിയസ് ഓഫ് കർവേച്ചർ പൈപ്പ് ഡയമീറ്ററിന്റെ 1.5 ഇരട്ടി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ലോങ് റേഡിയസ് എൽബോകൾക്ക് പൈപ്പ് ഡയമീറ്ററിന്റെ 1.5 ഇരട്ടി ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ കൊടുത്തിട്ടുണ്ടാവുക. ബെൻഡുകൾക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്? പൈപ്പ് ഡയമീറ്ററിന്റെ ബോർ ഡയമീറ്ററിന്റെ 2 ഇരട്ടിയിൽ കൂടുതലായിരിക്കും എന്തിന്? ബെൻഡുകൾക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ കൊടുത്തിട്ടുണ്ടാവുക. ലോങ് റേഡിയസ് എൽബോകൾക്ക് 1.5 ടു ദ ബോർ ഓഫ് പൈപ്പ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ കൊടുത്തിട്ടുണ്ടാവുക. പരീക്ഷയ്ക്ക് പക്ഷെ ഷോർട്ട് റേഡിയസ് എൽബോ ആണ് ചോദിച്ചത് എന്നുണ്ടെങ്കിലോ, ഷോർട്ട് റേഡിയസ് എൽബോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ? ഷോർട്ട് റേഡിയസ് എൽബോ ഹാവ് എ റേഡിയസ് ഈക്വൽ ടു ബോർ ഓഫ് പൈപ്പ്. പൈപ്പിന്റെ ബോർ ഡയമീറ്റർ, ഉള്ളിലെ ഡയമീറ്റർ എത്രയാണോ അത്രയും തന്നെയായിരിക്കും എന്ത് കൊടുത്തിട്ടുണ്ടാവുക? റേഡിയസ് ഓഫ് കർവേച്ചർ കൊടുത്തിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ അത്തരം എൽബോകളെ ഷോർട്ട് റേഡിയസ് എൽബോ എന്നും, നമ്മളുടെ പൈപ്പിന്റെ ഇന്റേണൽ ഡയമീറ്ററിന്റെ 1.5 ഇരട്ടിയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ കൊടുത്തിട്ടുള്ളത്, 1 ടൈംസ് 1.5 ഇരട്ടിയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിനെ ലോങ് റേഡിയസ് എൽബോ എന്നും, ബെൻഡുകൾക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ പൈപ്പിന്റെ എന്താണ്? പൈപ്പിന്റെ ഇന്റേണൽ ഡയമീറ്ററിന്റെ 2 ഇരട്ടിയിൽ കൂടുതലായിരിക്കും ബെൻഡുകൾക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ബെൻഡ് എന്താണെന്നും എൽബോ എന്താണെന്നും ഷോർട്ട് റേഡിയസ് എൽബോ എന്താണെന്നും ലോങ് റേഡിയസ് എൽബോ എന്താണെന്നും പഠിക്കുക. അതേപോലെ ബെൻഡ് എം പ്ലസ് എം എന്താണെന്ന് പഠിക്കുക. എന്താ? 2 സൈഡിലും എക്സ്റ്റേണൽ ത്രെഡ് അല്ലെ. ബെൻഡ് എഫ് പ്ലസ് എഫ് എന്താണെന്ന് ചോദിച്ചാൽ 2 സൈഡിലും ഇന്റേണൽ ത്രെഡ് അല്ലെ. ബെൻഡ് എം പ്ലസ് എഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിലെ ഇന്റേണൽ ത്രെഡും മറ്റൊരു സൈഡിലെ എക്സ്റ്റേണൽ ത്രെഡും ആണെങ്കിൽ അതിനെ ബെൻഡ് എം പ്ലസ് എഫ് ആണെന്നും പഠിച്ചു വെക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിപ്പിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പൈപ്പ് ഫിറ്റിംഗ് തന്നെയാണ് അല്ലെ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നിപ്പിൾ എന്നറിയപ്പെടുന്ന പൈപ്പ് ഫിറ്റിംഗ് അല്ലെ. നിപ്പിളുകൾക്ക് മെയിൽ ത്രെഡ് ഓൺ ബോത്ത് എൻഡ്, ഫീമെയിൽ ത്രെഡ് ഓൺ ബോത്ത് എൻഡ്, നോ ത്രെഡ്സ് ഓൺ ബോത്ത് എൻഡ്, നൺ ഓഫ് ദീസ്. പരീക്ഷയ്ക്ക് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നിപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ്. ചിത്രം ഉണ്ടാവില്ല നമ്മുടെ PSC പരീക്ഷയ്ക്ക്. ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ? നിപ്പിളുകൾക്ക് ഏത് ത്രെഡാണല്ലേ? നിപ്പിളുകൾക്ക് എക്സ്റ്റേണൽ ത്രെഡ്, ദാറ്റ് ഈസ് മെയിൽ ത്രെഡ് ആണ്. 2 എൻഡിലും മെയിൽ ത്രെഡ് ഉള്ള പൈപ്പുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് 2 എൻഡിലും നിപ്പിളുകൾക്ക് എന്താ ഉള്ളത്? മെയിൽ ത്രെഡ്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ത്രെഡ് ആണുള്ളത്. പൈപ്പിന് എന്തുണ്ടായിരിക്കണം? ഇന്റേണൽ ത്രെഡ് ഉണ്ടായിരിക്കണം. പൈപ്പിന് ഇന്റേണൽ ത്രെഡ് ഉണ്ടാവും,
നിപ്പിളിൽ എന്തുണ്ടാവും? എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാവും. രണ്ട് പൈപ്പുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള നിപ്പിളുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. നിപ്പിളുകൾക്ക് മെയിൽ ത്രെഡ് ഓൺ ബോത്ത് എൻഡ്, മെയിൽ ത്രെഡ് ഓൺ ബോത്ത് എൻഡ് ആണ് ഉള്ളത്. ഓക്കെ, ഇന്റേണൽ ത്രെഡ് പൈപ്പിന് ഉണ്ടാവും, നിപ്പിളുകൾക്ക് എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാവും. അത്രയും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നിപ്പിളുകൾ തന്നെ 4 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ക്ലോസ് നിപ്പിളും, ലോങ് നിപ്പിളും, ഷോർട്ട് നിപ്പിളും, അതേപോലെ തന്നെ ഹെക്സഗണൽ നിപ്പിളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ക്ലോസ് നിപ്പിളിനെ കുറിച്ച് പഠിച്ചെന്താണ്? ദ ലെങ്ത് ഓഫ് ദ നിപ്പിൾ ഇസ് യൂഷ്വലി സ്പെസിഫൈഡ് ബൈ ദ ഓവറാൾ ലെങ്ത് വിത്ത് ത്രെഡ്. മൊത്തം ഈ ഒരു ലെങ്ത് വെച്ചിട്ടാണ്, ഓവറാൾ ലെങ്ത് വിത്ത് ത്രെഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൊത്തം ഈ ഒരു നിപ്പിളിന്റെ ലെങ്ത്, അത് ത്രെഡോട് കൂടിയിട്ടുള്ള ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ എന്തിനു സ്പെസിഫൈ ചെയ്യുന്നത്? നിപ്പിളുകളെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലോസ് നിപ്പിളിന് എന്തുണ്ടാവില്ല? അൺത്രെഡഡ് ഏരിയ ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് വട്ടം പഠിച്ചതാണ്, കുറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിപ്പിളുകൾക്ക്, അതായത് ക്ലോസ് നിപ്പിളുകൾക്ക് അൺത്രെഡഡ് ഏരിയ ഉണ്ടാവില്ല. ബാക്കിയുള്ള നിപ്പിളുകൾക്കൊക്കെ സെന്ററിൽ കുറച്ച് ഭാഗമെങ്കിലും ത്രെഡ് ഇല്ലാത്തൊരു ഭാഗം ഉണ്ടാവും. പക്ഷെ ക്ലോസ് നിപ്പിളുകൾക്ക് എൻറ്റയർ ലെങ്ത്തും എന്തായിരിക്കും? ത്രെഡ് ഉണ്ടായിരിക്കും. എ ക്ലോസ് നിപ്പിൾ ഹാസ് വിർച്വലി നോ അൺത്രെഡഡ് ഏരിയ, ത്രെഡ് ഇല്ലാത്ത ഭാഗം ഉണ്ടാവില്ല. യൂസ് വെയർ ഫിറ്റിംഗ്സ് ഓർ വാൽ വെരി ക്ലോസ് ടു ഈച്ച് അതർ, അതായത് നമ്മളെ പൈപ്പ് ഫിറ്റിംഗ്സോ അല്ലെങ്കിൽ എന്താ പറയാ വാൽവുകളൊക്കെ വളരെ സമീപത്തായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ക്ലോസ് നിപ്പിൾ ആണ് ഉപയോഗിക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ പോയിന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. വിച്ച് നിപ്പിൾ ഈസ് യൂസ്ഡ് വെയർ ഫിറ്റിംഗ്സ് ഓർ വാൽ വെരി ക്ലോസ് ടു ഈച്ച് അതർ, ഫിറ്റിംഗ്സുകളോ അല്ലെങ്കിൽ വാൽവുകളോ വളരെ സമീപത്തായിട്ടാണ്, വെരി ക്ലോസ് ടു ഈച്ച് അതർ, തമ്മിൽ വളരെ അടുത്തായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം നിപ്പിളുകളെ ക്ലോസ് നിപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഷോർട്ട് നിപ്പിളിന്റെ കേസിൽ എന്താണ്? എ സ്മാൾ എമൗണ്ട് ഓഫ് പൈപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ, അതാണ് പരീക്ഷയ്ക്ക് ഇതേ പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. എന്താ? എ സ്മാൾ എമൗണ്ട് ഓഫ് പൈപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ത്രെഡ് ഇസ് കാൾഡ് ഷോർട്ട് നിപ്പിൾ. സാധാരണ പൈപ്പുകൾക്ക്, നമ്മളെ പൈപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ നിപ്പിളും ഉപയോഗിക്കുന്നത്. ഈ നിപ്പിളിലും എന്താ ഉണ്ടാവുക? എക്സ്റ്റേണൽ ത്രെഡ്, മെയിൽ ത്രെഡ് ആണ് ഉണ്ടാവുക. പക്ഷെ എന്താണ്? ഈ രണ്ട് എൻഡിലെ ത്രെഡിന്റെയും ഇടയിൽ ഒരു ചെറിയ ഭാഗം എന്തുണ്ടാവും? രണ്ട് ത്രെഡിന്റെയും ഇടയിൽ ചെറിയൊരു ഭാഗത്ത് ഒരു പൈപ്പിന്റെ പീസ് പോലെ ഉണ്ടായിരിക്കും, ത്രെഡ് ഇല്ലാത്ത ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഇത്തരം നിപ്പിളുകളെ ഷോർട്ട് നിപ്പിൾ എന്ന് പറയും. എൻറ്റയർ ലെങ്ത്തും എന്താണ്? ത്രെഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ക്ലോസ് നിപ്പിൾ എന്നാണ് പറയാം. ലോങ് നിപ്പിളിന്റെ കേസിൽ ലോങ് നിപ്പിൾ എന്താ? വേർ ലാർജർ എമൗണ്ട് ഓഫ് ബാർ പൈപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ത്രെഡ് ഈസ് കാൾഡ് ലോങ് നിപ്പിൾ. അതായത് നമുക്കറിയാം നിപ്പിളുകൾക്ക് രണ്ട് എൻഡിലും ഇതേപോലെ മെയിൽ ത്രെഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാവും. ഈ രണ്ട് ത്രെഡിന്റെയും ഇടയിൽ, ഈ രണ്ട് ത്രെഡ് ഉള്ള എൻഡിന്റെയും ഇടയിൽ വലിയ ഒരു പീസ് ഓഫ് പൈപ്പ്, എ ബാർ ഓഫ് പൈപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ. സ്മാൾ എമൗണ്ട് ഓഫ് പൈപ്പ് ആണെങ്കിൽ അത് ഷോർട്ട് നിപ്പിളാണ്. ഇവിടെ നോക്കിയേ, ബാർ പൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ബാർ പൈപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു പീസ് ഓഫ് പൈപ്പ് ആണ് ഇതിന്റെ രണ്ട് ത്രെഡഡ് ഏരിയന്റെയും ഇടയിലുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരം നിപ്പിളുകളെ ലോങ് നിപ്പിൾ എന്ന് പറയും. വേർ ലാർജർ എമൗണ്ട് ഓഫ് ബാർ പൈപ്പ്, വലിയൊരു എന്താ പറയാ ബാർ പൈപ്പ്, വലിയൊരു പീസ് ഓഫ് പൈപ്പ് എന്താണ് ഈ രണ്ട് ത്രെഡഡ് ഏരിയന്റെയും ഇടയിലുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം നിപ്പിളുകളെ ലോങ് നിപ്പിൾ എന്നാണ് പറയുക. ഓക്കെ ആണല്ലോ. ക്ലോസ് നിപ്പിൾ എന്താണെന്നും ഷോർട്ട് നിപ്പിൾ എന്താണെന്നും ലോങ് നിപ്പിൾ എന്താണെന്നും പഠിക്കുക. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിപ്പിളുകൾക്ക് എന്ത് ത്രെഡാണല്ലേ? നിപ്പിളുകൾക്ക് എക്സ്റ്റേണൽ ത്രെഡ് ആണുള്ളത് എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹെക്സഗണൽ നിപ്പിളിനെ കുറിച്ചുകൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഹെക്സഗണൽ നിപ്പിളിന്റെ പ്രത്യേകത എന്താ? ഹെക്സഗണൽ നിപ്പിളിന് സെന്ററിൽ പൈപ്പ് ഒന്നും അല്ലാണ്ട്, ആ പൈപ്പ് ഉണ്ടാവും, പക്ഷെ ആ പൈപ്പിന്റെ മുകളിൽ എന്താണ്? ഇതേപോലെ ഒരു ഹെക്സഗണൽ നട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച പോലെ ഉണ്ടാവും. ഇതേപോലെ ഒരു ഹെക്സഗണൽ നട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച പോലെയുള്ള നിപ്പിളുകളെയാണ് ഹെക്സഗണൽ നിപ്പിൾ എന്ന് പറയുന്നത്. ഹെക്സഗണൽ നട്ട് ഇൻ ദ സെന്റർ ഓഫ് ദ നിപ്പിൾ ഈസ് ഫോർ ടൈറ്റനിങ് വിത്ത് സ്പാനർ ഓർ റഞ്ച്. അതായത് നമുക്ക് സ്പാനറോ അല്ലെങ്കിൽ പൈപ്പ് റഞ്ചോ ഒക്കെ ഇട്ടിട്ട് എളുപ്പത്തിൽ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹെക്സഗണൽ നട്ട് എവിടെ കൊടുത്തിട്ടുണ്ടാവും? നമ്മളുടെ സെന്ററിലെ നിപ്പിളിന്റെ സെന്ററിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം നിപ്പിളുകളെ ഹെക്സഗണൽ നിപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ഹെക്സഗണൽ നിപ്പിളിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള പോയിന്റ് ആണ് അവിടെ പറയുന്നത്. എന്താ? ദിസ് ടൈപ്പ് ഓഫ് നിപ്പിൾ വിത്ത് ഹെക്സഗൺ അറ്റ് ദ സെന്റർ ഫോമിംഗ് പാർട്ട് ഓഫ് ദ നിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ സപ്ലൈ. ഈ നിപ്പിളുകള് നിങ്ങളെ ഷോർട്ട് നിപ്പിളും ലോങ് നിപ്പിളും ക്ലോസ് നിപ്പിളും ഉണ്ട് എന്ന് പഠിച്ചു. ക്ലോസ് നിപ്പിള്, ഷോർട്ട് നിപ്പിള്, ലോങ് നിപ്പിള്, ഹെക്സഗണൽ നിപ്പിളും ഉണ്ട് എന്ന് പഠിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് വിച്ച് നിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് നിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ സപ്ലൈ സിസ്റ്റം, വിച്ച് നിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെക്സഗണൽ നിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പഠിച്ചു വെക്കുക. നിപ്പിളിന് ഒരു എൻഡില് റൈറ്റ് ഹാൻഡ് ത്രെഡും മറ്റൊരു എൻഡില് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡുമാണ് ഉണ്ടാവുക. അതായത് ഒരു സൈഡ് ക്ലോക്ക് വൈസിൽ തിരിച്ചാലാണ് ടൈറ്റ് ആവുകയെന്നുണ്ടെങ്കിൽ മറ്റൊരു എൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചാലാണ് എന്ത് ചെയ്യുക? ടൈറ്റ് ആവുന്നുണ്ടാവുക. ഒരു എൻഡില് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും മറ്റൊരു എൻഡില് റൈറ്റ് ഹാൻഡ് ത്രെഡുമാണ് ഉണ്ടാവുക. ക്ലോസ് നിപ്പിളും ഷോർട്ട് നിപ്പിളും ലോങ് നിപ്പിളും സ്റ്റീം ഹീറ്റിംഗ് പൈപ്പുകളിലാണ് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന നിപ്പിള് ഏതാണ്? ഹെക്സഗണൽ നിപ്പിളാണ് എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എന്താ?
റെഡ്യൂസറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി റെഡ്യൂസറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിപ്പിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, ബെൻഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടു, അതേപോലെ ടിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പഠിച്ചു അല്ലെ. ഇപ്പൊ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ റെഡ്യൂസറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, വിച്ച് റെഡ്യൂസേഴ്സ് ആർ യൂസ്ഫുൾ ടു കണക്ട് പൈപ്പ് ആസ് വെൽ ആസ് ട്യൂബ്സ് ഓൺ ഡിഫറെന്റ് ആക്സിസ്. അതായത് നമുക്കറിയാം നമ്മളുടെ റെഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് വ്യത്യസ്ത ഡയമീറ്ററുള്ള രണ്ട് പൈപ്പുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. റെഡ്യൂസറുകൾ ഉപയോഗിക്കുന്നത് എന്താണ്? വ്യത്യസ്ത ഡയമീറ്ററുള്ള രണ്ട് പൈപ്പുകൾ കണക്ട് ചെയ്യാനാണ്. അപ്പോ പൈപ്പുകൾ രണ്ടും എന്താ പറയുക ആക്സിസിലൂടെയാണ് പോകുന്നതെങ്കിൽ, ഒന്നിന്റെ ആക്സിസ് ഇങ്ങനെ മുകളിലൂടെയും മറ്റൊന്നിന്റെ ആക്സിസ് ഇങ്ങനെ താഴെ കൂടെയുമാണ് പോകുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ട്യൂബ്സ് ഓൺ ഡിഫറെന്റ് ആക്സിസ്, വിച്ച് റെഡ്യൂസേഴ്സ് ആർ യൂസ്ഫുൾ ടു കണക്ട് പൈപ്പ് ആസ് വെൽ ആസ് ട്യൂബ്സ് ഓൺ ഡിഫറെന്റ് ആക്സിസ്. വ്യത്യസ്ത ആക്സിസിലൂടെയാണ് എന്ത് പോകുന്നത്? പൈപ്പിന്റെ ആക്സിസ് പോകുന്നത്. വ്യത്യസ്ത പ്ലെയിനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പൈപ്പിന്റെ സെൻട്രൽ ലൈൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റെഡ്യൂസറുകളെ പറയുന്ന പേര് കോൺസെൻട്രിക് റെഡ്യൂസർ ഉണ്ട്, എക്സെൻട്രിക് റെഡ്യൂസർ ഉണ്ട്, ഹെക്സഗണൽ റെഡ്യൂസർ ഉണ്ട്, ലോങ് റേഡിയസ് റെഡ്യൂസർ ഉണ്ട്. അതായത് വിച്ച് റെഡ്യൂസേഴ്സ് ആർ യൂസ്ഫുൾ ടു കണക്ട് പൈപ്പ് ആസ് വെൽ ആസ് ട്യൂബ്സ് ഓൺ ഡിഫറെന്റ് ആക്സിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അതിന് ഉത്തരം? എക്സെൻട്രിക് റെഡ്യൂസേഴ്സ് ആണ്. എക്സെൻട്രിക് റെഡ്യൂസേഴ്സ് എന്താണ്? പൈപ്പുകളെയും ട്യൂബുകളെയും കണക്ട് ചെയ്യാം. പക്ഷെ എന്താ ഇതിന്റെ രണ്ടിന്റെയും ആക്സിസ് എന്താണ്? ഡിഫറെന്റ് പ്ലെയിനിലൂടെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആക്സിസിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള റെഡ്യൂസറുകളെ എക്സെൻട്രിക് റെഡ്യൂസേഴ്സ് എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ റെഡ്യൂസേഴ്സ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. റെഡ്യൂസർ കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു പൈപ്പ് വിത്ത് ഡിഫറെന്റ് ഡയമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞെന്താ വ്യത്യസ്ത ഡയമീറ്ററുള്ള, ഇവിടുത്തെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10 mm റേഡിയസ് ഉള്ള പൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയമീറ്ററുള്ള പൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഫോർ എക്സാമ്പിൾ 20 mm ഡയമീറ്ററുള്ള പൈപ്പ്. അപ്പൊ വ്യത്യസ്ത ഡയമീറ്ററുള്ള രണ്ട് പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസേഴ്സ് ഉപയോഗിക്കുന്നത്. കോൺസെൻട്രിക് റെഡ്യൂസേഴ്സും ഉണ്ട്, എക്സെൻട്രിക് റെഡ്യൂസേഴ്സും ഉണ്ട്. കോൺസെൻട്രിക് റെഡ്യൂസേഴ്സിന്റെ കേസിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്ന വ്യത്യസ്ത ഡയമീറ്ററുള്ള രണ്ട് പൈപ്പിന്റെയും സെന്റർ ലൈൻ ഒരേ ആക്സിസിലാണ് എന്നുണ്ടെങ്കിൽ, വ്യത്യസ്ത ഡയമീറ്റർ ആയിരിക്കാം പൈപ്പ്, പക്ഷെ പ്രശ്നമില്ല. പക്ഷെ എന്താ ഇവിടെ രണ്ട് പൈപ്പിന്റെയും സെന്റർ ലൈൻ ഒരേ ആക്സിസിലാണെങ്കിൽ അത്തരം റെഡ്യൂസറുകളെ കോൺസെൻട്രിക് റെഡ്യൂസർ എന്നും, വ്യത്യസ്ത ആക്സിസിലൂടെയാണ് നമ്മളുടെ കണക്ട് ചെയ്യുന്ന രണ്ട് പൈപ്പിന്റെയും സെന്റർ ലൈൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ എക്സെൻട്രിക് റെഡ്യൂസേഴ്സ് എന്നും പറയുന്നു. അപ്പൊ എക്സെൻട്രിക് റെഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യുന്ന രണ്ട് പൈപ്പിന്റെയും സെന്റർ ലൈൻ വ്യത്യസ്ത ആക്സിസിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. കോൺസെൻട്രിക് റെഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യുന്ന രണ്ട് പൈപ്പിന്റെയും സെന്റർ ലൈൻ ഒരേ ആക്സിസിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവും. അപ്പൊ റെഡ്യൂസർ എന്താണെന്ന് ചോദിക്കാം, എക്സെൻട്രിക് റെഡ്യൂസർ എന്താണെന്ന് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇനി ഒരുപക്ഷെ കോൺസെൻട്രിക് റെഡ്യൂസറിന്റെ ഉപയോഗവും പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ കൃത്യമായി തന്നെ പഠിച്ചു വെച്ചു. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോ ഭാഗങ്ങളും പഠിച്ചു പോകാൻ. ഒറ്റ ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യരുത്, ഈ ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യരുത്, മിസ്സായി പോകരുത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് ദ ഫിറ്റിംഗ് യൂസ്ഡ് ഇൻ എ പൈപ്പ് ലൈൻ ഫോർ ഈസി ഡിസ്മാൻഡിൽ ആൻഡ് റിപ്പയർ. എളുപ്പത്തിൽ ഡിസ്മാൻഡിൽ ചെയ്യാനും റിപ്പയർ ചെയ്യാനും പറ്റുന്ന എന്താ പറയുക നമ്മളുടെ ഒരു പൈപ്പ് ഫിറ്റിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ, എളുപ്പത്തിൽ ഡിസ്മാൻഡിൽ ചെയ്യാനും അതേപോലെ റിപ്പയർ ചെയ്യാനും പറ്റുന്ന എന്താണ് പൈപ്പ് ഫിറ്റിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ടി ഉണ്ട്, എൽബോ ഉണ്ട്, കപ്ലിംഗ് ഉണ്ട്, യൂണിയൻ ഉണ്ട് അല്ലെ. കപ്ലിങ്ങിനൊക്കെ അപേക്ഷിച്ച് യൂണിയനുകൾക്ക്, ഈ ചിത്രത്തിൽ കാണുന്നതാണ് യൂണിയൻ എന്നറിയപ്പെടുന്ന ഒരു പൈപ്പ് ഫിറ്റിംഗ്. യൂണിയനുകൾക്ക് എന്താണ് സെന്ററിൽ ഇതേപോലെ ഒരു ഹെക്സഗണൽ നട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ, അതായത് പൈപ്പുകൾക്ക്, സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾക്ക് യാതൊരു രീതിയിലുള്ള അലൈൻമെന്റ് വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ഡീഫോർമേഷനോ കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പയറിംഗ് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ യൂണിയൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ് ഉപയോഗിക്കുക. ഈസി ഡിസ്മാൻഡിൽ ആൻഡ് റിപ്പയർ, എളുപ്പത്തിൽ ഡിസ്മാൻഡിൽ ചെയ്യാം. കപ്ലിങ്ങും എൽബോയും ടീയും ഒക്കെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. പക്ഷെ അതിനേക്കാളൊക്കെ എളുപ്പം എന്താണ്, ഇവിടെ ഒരു എക്സ്റ്റേണൽ നട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ലൂസ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ടൈറ്റ് ചെയ്യാനും പറ്റുന്ന ഇത്തരത്തിലുള്ള, അതായത് എളുപ്പത്തിൽ ഡിസ്മാൻഡിൽ ചെയ്യാനും റിപ്പയർ ചെയ്യാനും പറ്റുന്ന പൈപ്പ് ഫിറ്റിങ്ങുകളാണ് ഏത്, യൂണിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ യൂണിയന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ യൂണിയൻ എന്നറിയപ്പെടുന്ന ഒരു പൈപ്പ് ഫിറ്റിംഗ് എന്താണ്, എളുപ്പത്തിൽ ഡിസ്മാൻഡിൽ ചെയ്യാം, അതേപോലെ എളുപ്പത്തിൽ റിപ്പയർ ചെയ്യാനും പറ്റും. പോരാതെ മറ്റൊരു ഗുണമുണ്ട്, എന്താ, സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനിൽ യാതൊരു രീതിയിലുള്ള ഡീഫോർമേഷനോ അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് എന്താ പറയുക അലൈൻമെന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് സാധ്യമാണ്, റിപ്പയറിംഗ് സാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എന്താ, വിച്ച് പൈപ്പ് ഫിറ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ദ എൻഡ് ഓഫ് എ പൈപ്പ് ഹാവിംഗ് ഫീമെയിൽ ത്രെഡ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്, എന്താ, ഫീമെയിൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉൾഭാഗത്താണ് ത്രെഡ് അല്ലെ. വിച്ച് പൈപ്പ് ഫിറ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ദ എൻഡ് ഓഫ് എ പൈപ്പ്, ഒരു പൈപ്പിന്റെ എൻഡില് അല്ലെങ്കിൽ ഒരു പൈപ്പ് ഫിറ്റിംഗിന്റെ എൻഡില് ഫീമെയിൽ ത്രെഡ്, ഉൾഭാഗത്ത് ഇന്റേണൽ ത്രെഡ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫീമെയിൽ ത്രെഡ് ഉള്ള പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി, ഫീമെയിൽ ത്രെഡ് ഉള്ള പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ്, പ്ലഗ് ആണോ, ക്യാപ്പ് ആണോ, നിപ്പിൾ ആണോ, നൺ ഓഫ് ദി അബോവ്, ഏതാണ്? കൃത്യമായിട്ട് നമുക്കറിയാം ഏതാ,
പ്ലഗ് എന്നറിയപ്പെടുന്ന ഒരു പൈപ്പ് ഫിറ്റിംഗ്, പ്ലഗ് എന്നറിയപ്പെടുന്ന ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ് എന്തിനു ഉപയോഗിക്കുന്നത്? ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്പുകള് അല്ലെങ്കിൽ എന്താ പറയുക ഫീമെയിൽ ത്രെഡ് ഉള്ള പൈപ്പുകളുടെ എൻഡ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ഏതാണ്? പ്ലഗ് ആണ് അല്ലെ. പ്ലഗിനെ കുറിച്ച് നമ്മൾ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? പ്ലഗ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ദ എൻഡ് ഓഫ് എ പൈപ്പ് ഹാവിംഗ് ഫീമെയിൽ ത്രെഡ്. അത് തന്നെ ചോദിച്ചാൽ നോക്കിയേ, പ്ലഗിന് എക്സ്റ്റേണൽ ത്രെഡ് ആണുള്ളത്. അപ്പോൾ ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്പുകളില് എൻഡ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി, ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്പുകളുടെ എൻഡ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? ഇത്തരത്തിലുള്ള പ്ലഗുകൾ ഉപയോഗിക്കാം. പ്ലഗിന് എക്സ്റ്റേണൽ ത്രെഡ് ആണ് ഉണ്ടാവുക. ഇന്റേണൽ ത്രെഡ് അഥവാ ഫീമെയിൽ ത്രെഡ് ഉള്ള പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി, ഫീമെയിൽ ത്രെഡ് അല്ലെങ്കിൽ ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലഗ് ഉണ്ടാവുക. പ്ലഗിന് എന്ത് ത്രെഡാണുള്ള? ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിക്കുകയാണ്. പ്ലഗിന് എന്ത് ത്രെഡാണുള്ള? പ്ലഗിന് എക്സ്റ്റേണൽ ത്രെഡാണുള്ള. ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്പുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പ്ലഗിന്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലഗിന്റെ സൈസ് വേരി ചെയ്യുന്നത് 6mm മുതൽ 300mm വരെ സൈസുള്ള പ്ലഗുകൾ എന്താണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് പഠിച്ചാൽ സ്റ്റാൻഡേർഡ് സൈസ് ആണ് പറയുന്നത്. നമ്മൾ എപ്പോ പൈപ്പ് ഒക്കെ പഠിക്കുമ്പോഴും സ്റ്റാൻഡേർഡ് സൈസ് ആണ് പറയാറുള്ളത് അല്ലെ. Plugs are made on sizes ranging from 6mm to 300mm. 6mm മുതൽ 300mm വരെ സൈസുള്ള പ്ലഗുകൾ അവൈലബിൾ ആണ്. ഫീമെയിൽ ത്രെഡ് ഉള്ള അല്ലെങ്കിൽ ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്പുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലഗുകൾ ഉപയോഗിക്കുന്നത്. പ്ലഗിന് എന്താ ഉണ്ടാവുക? എക്സ്റ്റേണൽ ത്രെഡ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ക്യാപ്പും കൂടിയും പഠിക്കണം. പ്ലഗ് പഠിക്കുന്നതോടൊപ്പം തന്നെ എന്തും പഠിക്കണം? ക്യാപ്പും പഠിക്കണം. ക്യാപ്പിന്റെ പ്രത്യേകത എന്താ? ക്യാപ്പിന് ഇന്റേണൽ ത്രെഡ് ആണുള്ളത്. നേരത്തെ പ്ലഗിന് എക്സ്റ്റേണൽ ത്രെഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാപ്പിന് എന്താണുള്ളത്? ക്യാപ്പിന് ഇന്റേണൽ ത്രെഡ് ആണ് ഉള്ളത്. അപ്പൊ നോക്കിയേ, ക്യാപ്സ് ആർ യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ദ എൻഡ് ഓഫ് എ പൈപ്പ് ഓർ ഫിറ്റിംഗ് വിച്ച് ഹാസ് എക്സ്റ്റേണൽ ത്രെഡ്. എക്സ്റ്റേണൽ ത്രെഡ് ഉള്ള, ഞാൻ വീണ്ടും പറയുന്നു, എക്സ്റ്റേണൽ ത്രെഡ് ഉള്ള ഒരു പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ത്രെഡ് ഉള്ള ഒരു പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള എന്ത് ഉപയോഗിക്കണം? നമ്മളുടെ ക്യാപ്പ് എന്ന് പറയുന്ന പൈപ്പ് ഫിറ്റിംഗ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. Caps are used for closing the end of a pipe fitting having male thread. ഫീമെയിൽ ത്രെഡ് ഉള്ള പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യാൻ എന്താ ഉപയോഗിച്ചിരുന്നത്? പ്ലഗ് ആണ് ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ മെയിൽ ത്രെഡ് അഥവാ എക്സ്റ്റേണൽ ത്രെഡ് ഉള്ള പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പ് എന്നറിയപ്പെടുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് ഉപയോഗിക്കുക. ഇവിടുത്തെ ക്യാപ്പിന്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ 6mm മുതൽ 150mm വരെ ഡയമീറ്ററിൽ അല്ലെങ്കിൽ സൈസുള്ള എന്താ അവൈലബിൾ ആണ്? ക്യാപ്പുകൾ അവൈലബിൾ ആണ്. പ്ലഗിന്റെ കേസിൽ അത് 6mm to 300mm ആയിരുന്നു എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പൈപ്പുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് നമ്മളുടെ പൈപ്പ് ഫിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനത്തെ വീഡിയോയിൽ അതിന്റെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സിമ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ അതിന്റെ സിമ്പിൾസും മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വാൽവുകൾ പഠിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും? അതിന്റെ സിമ്പിൾസുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കും. അത് വേറെ വിഷയം. പക്ഷെ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും അതിൽ നിന്നും മിസ്സായി പോകരുത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് പൈപ്പുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞു. PVC പൈപ്സ് ആർ മാനുഫാക്ചേർഡ് ഫ്രം. ഈ ഒരു ചിത്രത്തിൽ തന്നെ കൃത്യമാണ്. PVC പൈപ്പ് നിർമ്മിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടല്ല, പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കുന്ന പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന വസ്തു കൊണ്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? PVC പൈപ്പുകൾ നിർമ്മിക്കുന്നത്. ഗ്രാനുൾസ് പോലെ അങ്ങനെ മണിയായിട്ട്, അത് നമ്മൾ എന്താ പറയുക, മണൽത്തരി പോലെയുള്ള വസ്തുവാണ് എന്താ ഈ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന വസ്തു ഉണ്ടാവുക. അതിനെന്താണ് ചൂടാക്കി രൂപമാറ്റം വരുത്തിയിട്ടാണ് PVC പൈപ്പുകൾ നിർമ്മിക്കുന്നത്. PVC pipes are manufactured from by എല്ലാവർക്കും അറിയുന്നതാണ് എന്താ? PVC pipes are manufactured by using polyvinyl chloride എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? PVC പൈപ്പുകൾ നിർമ്മിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ പോളിവിനൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന PVC പൈപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ ചിത്രത്തിൽ കാണുന്ന PVC പൈപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ആർ ദ PVC പൈപ്സ് ആർ സ്പെസിഫൈഡ്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹൗ ആർ ദ PVC പൈപ്സ് ആർ സ്പെസിഫൈഡ്? PVC പൈപ്പുകളെ സ്പെസിഫൈ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? നമുക്കറിയാം, നമ്മളുടെ പൈപ്പുകൾക്ക് ഔട്ടർ ഡയമീറ്റർ വെച്ച് സ്പെസിഫൈ ചെയ്യുന്ന പൈപ്പുകളുണ്ട്, ഇന്നർ ഡയമീറ്റർ വെച്ച് സ്പെസിഫൈ ചെയ്യുന്നത് ഉണ്ടാവാം. അതേപോലെ തന്നെ നോമിനൽ ഡയമീറ്റർ എന്താണ് നമുക്ക് പിന്നീട് പഠിക്കാം. നോമിനൽ ഡയമീറ്റർ വെച്ച് സ്പെസിഫൈ ചെയ്യുന്ന പൈപ്പുകളും ഉണ്ടാവാം. അപ്പൊ PVC പൈപ്പുകൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഔട്ടർ ഡയ ഉണ്ട്, ഇന്നർ ഡയ ഉണ്ട്, നോമിനൽ ഡയ ഉണ്ട്, ലെങ്ത് വെച്ചിട്ട്. PVC പൈപ്പുകൾ എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? നമ്മളുടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഔട്ടർ ഡയമീറ്റർ വെച്ചിട്ടാണ്. ബൈ ഔട്ടർ ഡയ ഓഫ് പൈപ്പ്. PVC പൈപ്പുകളെ സ്പെസിഫൈ ചെയ്യുന്നത് ഔട്ടർ ഡയമീറ്റർ വെച്ചിട്ടാണ്. ഔട്ടർ ഡയ ഓഫ് ദ പൈപ്പ്, പൈപ്പിന്റെ പുറമേ ഉള്ള ഡയമീറ്റർ വെച്ചിട്ടാണ് എന്ത് സ്പെസിഫൈ ചെയ്യുന്നത്? നമ്മളെ PVC പൈപ്പുകളെ സ്പെസിഫൈ ചെയ്യാറുള്ളത്.
അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പി വി സി പൈപ്സ് ആർ യൂസ്ഡ് ഫോർ ടെമ്പറേച്ചർ ബിലോ. അതായത് പി വി സി പൈപ്പ് നമുക്കറിയാം പോളിവിനൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഔട്ടർ ഡയമീറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പി വി സി പൈപ്പുകൾ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെ. ഔട്ടർ ഡയമീറ്റർ വെച്ചിട്ടാണ് പി വി സി പൈപ്പുകൾ എന്ത് ചെയ്യുന്നത്, സ്പെസിഫൈയും ചെയ്യുന്നത് അല്ലെ. പി വി സി പൈപ്സ് ആർ യൂസ്ഡ് ടെമ്പറേച്ചർ ബിലോ. പി വി സി പൈപ്പിന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. പി വി സി പൈപ്പിന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 140 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കിട്ടുക. നമ്മളത് ഫാരൻഹീറ്റിൽ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പി വി സി പൈപ്സ് യൂസ്ഡ് ഫോർ ടെമ്പറേച്ചർ ബിലോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് പി വി സി പൈപ്പ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര ഡിഗ്രിയാ, 60 ഡിഗ്രി സെൽഷ്യസേ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ 60 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 140 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ലഭിക്കുക. അതായത് പി വി സി പൈപ്സ് ആർ യൂസ്ഡ് ഫോർ ടെമ്പറേച്ചർ ബിലോ 60 ഡിഗ്രി സെൽഷ്യസ് അഥവാ 140 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ ആണല്ലോ. കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പി വി സി പൈപ്പിന്റെ ടെമ്പറേച്ചർ റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും എഴുതും എത്രയാ, 60 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ എന്തില്ല, ഓപ്ഷനിൽ 60 ഡിഗ്രി സെൽഷ്യസ് ഇല്ല, 60 ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ ഉണ്ടാക്കുക തെറ്റാ. 60 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 140 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ലഭിക്കുക. നോക്കിയേ, പി വി സി പൈപ്പുമായി ബന്ധപ്പെട്ട ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാ. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന പൈപ്പാണ് മെയ്ഡ് ഫ്രം പോളിവിനൈൽ ക്ലോറൈഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെ, പി വി സി പൈപ്സ് ആർ മെയ്ഡ് ഫ്രം പോളിവിനൈൽ ക്ലോറൈഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. യൂസ്ഡ് ഫോർ കോൾഡ് വാട്ടർ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സപ്ലൈ സോയിൽ വേസ്റ്റ് സിസ്റ്റം. സോയിൽ വേസ്റ്റ് സിസ്റ്റത്തിനും ഉൾഭാഗത്തും വീടിന്റെ പുറംഭാഗത്തും ഒക്കെ എന്ത് ചെയ്യാം, വെള്ളം സപ്ലൈ ചെയ്യാനൊക്കെ എന്ത് ഉപയോഗിക്കാം, പി വി സി പൈപ്സ് ഉപയോഗിക്കാം. വർക്കിംഗ് ടെമ്പറേച്ചർ ലിമിറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 140 ഡിഗ്രി ഫാരൻഹീറ്റ് വരും. പിന്നെന്താണ്, എളുപ്പത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാര്യം ഫിറ്റിംഗ്സ് ഒക്കെ എന്താണ്, വളരെ ചീപ്പ് ആയിട്ട് അവൈലബിൾ ആവുന്ന വസ്തുക്കളാണ്. ഓക്കെ. സാധാരണ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് എ പി വി സി പൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ് പറയുന്നത്. നിങ്ങൾക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ പി വി സി പൈപ്പ് 1 മീറ്റർ ഉള്ളതും 2 മീറ്റർ ഉള്ളതും 1.5 മീറ്റർ ഉള്ളതും 1.25 മീറ്റർ ഉള്ളതും ഒക്കെ കിട്ടും. പക്ഷെ പി വി സി പൈപ്പിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ഇൻ 6 മീറ്റർ ലെങ്ത് എന്ന് പഠിച്ചു വെക്കുക. പി വി സി പൈപ്സ് ആർ സ്പെസിഫൈഡ് ബൈ, പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, പി വി സി പൈപ്പുകളെ സ്പെസിഫൈ ചെയ്യുന്നത് ഔട്ടർ ഡയമീറ്റർ ഉപയോഗിച്ചാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കൊറോഷൻ ഫ്രീ ആണ്, ചീപ്പ് ആണ് എന്നും പഠിച്ചു വെക്കുക. ചീപ്ലി അവൈലബിൾ ആണ്, വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള പൈപ്പ് ഒന്നുമല്ല. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നു, പോളിവിനൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. വർക്കിംഗ് ടെമ്പറേച്ചർ ലിമിറ്റ് ഓഫ് പി വി സി പൈപ്പ് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. 140 ഡിഗ്രി ഫാരൻഹീറ്റ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 140 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഔട്ടർ ഡയമീറ്റർ ഉപയോഗിച്ചിട്ടാണ് പി വി സി പൈപ്പുകളെ സ്പെസിഫൈ ചെയ്യുന്നത്. അവൈലബിൾ ഇൻ 6 മീറ്റർ ലെങ്ത് ആണ് എന്നും പഠിച്ചു വെക്കുക. ഓക്കെ.